ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം നമ്മൾ ചെലവഴിക്കുന്നത് ക്ലാസ് റൂമുകളിലാണ്. അപ്പോൾ അത്തരം ക്ലാസ് റൂമുകൾ നമ്മൾ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിൽ ഓർമ്മിക്കുമ്പോഴും നല്ല ഒരു ഓർമ്മ തരാനും നല്ല എക്സ്പീരിയൻസ് തരാനും പറ്റുന്ന ഒരു ഇടമായി മാറേണ്ടതുണ്ട്. ഹയർ സ്റ്റഡീസ് മാത്രമല്ല വളരെ സയൻറ്റിഫിക്കായിട്ട് പ്ലാൻ ചെയ്യേണ്ടത്. വിദ്യാഭ്യാസത്തിൻ്റെ മൊത്തം പ്രോസസ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കിൻഡർ ഗാർഡനും അതേപോലെ പ്രൈമറി എഡ്യൂക്കേഷനാണ്. ആ കാലഘട്ടത്തിൽ തന്നെ വളരെ കൃത്യമായ രീതിയിൽ കുട്ടിക്ക് അനുയോജ്യമായ രീതിയിലുള്ള സ്ട്രീമുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഓരോ രക്ഷിതാവിൻ്റെയും ഉത്തരവാദിത്തമാണ്. നമുക്കിന്ന് പല തരത്തിലുള്ള കരിക്കുലംസ് അവൈലബിൾ ആണ്. സ്റ്റേറ്റ് ബോർഡുകളുണ്ട്, CBSE ഉണ്ട്, ICSE ഉണ്ട്, IGCSE ഉണ്ട്, IB കരിക്കുലംസ് ഒക്കെ ഉണ്ട്. ഇവ ഓരോന്നും ഒരു കരിക്കുലം എന്നതിനപ്പുറത്തേക്ക് വ്യത്യസ്തമായ അപ്രോച്ചും സിസ്റ്റവുമാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള എൻവയോൺമെൻറ്റുകളാണ് ഓരോന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ ഓരോ സ്ട്രീമും തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനൊക്കെ തന്നെ അതിൻ്റേതായ അഡ്വാൻറ്റേജുകളുണ്ട്. നമ്മുടെ കരിയർ പ്ലാൻ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഹയർ സ്റ്റഡീസ് പ്ലാൻ എന്താണ്, അതിനനുസരിച്ച് വേണം ഇതിലേത് വേണമെന്ന് നമ്മൾ തിരഞ്ഞെടുക്കാൻ. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ കൃത്യമായ രീതിയിലുള്ള സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നല്ല പ്രൊഫഷണൽസിൻ്റെ സപ്പോർട്ടൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. ഇത് മോനാണ്. ഇപ്പോൾ വിദേശത്ത് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം പറയല് തുടങ്ങിയിട്ട് മുമ്പേ പറഞ്ഞിരുന്നതാണ്. കോഴ്സ് മനസ്സിൽ ഐഡിയ ഉണ്ടോ? അങ്ങനെ ഇന്ന കോഴ്സ് മാനേജ്മെന്റ് സ്കോപ്പ് ഉള്ളത് കാനഡയിലാണ്. ഇന്ന് ക്ലാസ് തുടങ്ങുകയാണ്. പിന്നെ പേടിക്കൊന്നും വേണ്ട, ഫുള്ള് മലയാളികളാണ്. ആണല്ലേ? ഡോക്ടർ K. ശീതൾ മൂപ്പരാണ് ഞങ്ങൾക്ക് ബിസിനസിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ആള് കേട്ടോ. സാറ് ക്ലാസ്സിലാണ്. BBA മൂപ്പരെടുത്തത് പിന്നെ അത് കിട്ടില്ലല്ലോ, അതിൻ്റെ നാവുമ്മൽ വരില്ല, ഭയങ്കര അടങ്ങി. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി മൂപ്പരെടുത്ത്. പിന്നെ സാൻ ഫ്രാൻസിസ്കോ എന്നാണ് മൂപ്പര് ഡോക്ടറേറ്റ് എടുത്തേക്കുന്നത്. ചില്ലറക്കാരനല്ലാന്ന് പറയാണ്. ഗുഡ് മോർണിംഗ്. അതായത് നാം ഇവിടെ എടുക്കാൻ പോണ ക്ലാസ് ബിസിനസ് ക്ലാസ് ആണ്. നമുക്ക് ആവശ്യമുള്ള കാശ് വേറെ ഒരുത്തന്റെ പോക്കറ്റിൽ നിന്ന് നമ്മുടെ പോക്കറ്റിലേക്ക് ആക്കുക. അത് തന്നെ ബിസിനസ്, വേറെ ഒന്നുമില്ല.